ശിവപാർവതി പാർട്ട് 19. പാർവതിയുടെ ഓർമ്മയിലേക്ക്. ആ വെയിലിൽ അവൾ നടക്കുമ്പോൾ നല്ല ക്ഷീണം തോന്നിയിരുന്നു അവൾക്ക്. ഇനി എന്ത് ചെയ്യുമെന്ന വേദനയും അവളിൽ ഉണ്ടായിരുന്നു. ഒരു വിജനമായ സ്ഥലത്ത് ആരുമില്ലായിരുന്നു. അവൾ ആ റോഡിന്റെ അരികിൽ ക്ഷീണിച്ചു കൊണ്ടിരുന്നതും അപ്പോഴാണ് പെട്ടെന്നൊരു വണ്ടി അവളുടെ മുമ്പിൽ വന്ന് നിർത്തുന്നത്. എന്താണെന്ന് മനസ്സിലാവാതെ അവൾ ആ വണ്ടിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. അതിൽ നിന്നും ഇറങ്ങുന്ന ശിവനെ കണ്ടതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. വാ, വണ്ടിയിലേക്ക് കയറി. ഞാനോ? അവൾ ഒരു ഞെട്ടലോടെ ചോദിച്ചു. അതെന്താ, നിനക്ക് പറഞ്ഞാൽ ചെവി കേൾക്കില്ലേ? എനിക്ക് അത് മനസ്സിലായി. അറിയാത്ത ഒരാളുടെ കൂടെ എങ്ങനെ എന്നാവും ചിന്തിക്കുന്നത് അല്ലേ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശിവൻ അങ്ങനെ പറഞ്ഞതും അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. ഇനി എവിടേക്ക് പോകുവാനാണ് പ്ലാന്? അതിന് മറുപടി ഒന്നും അവൾക്കില്ലായിരുന്നു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുകയാണ്. നിനക്ക് സമ്മതമാണോ? പെട്ടെന്നുള്ള അവന്റെ സംസാരം കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്ത്, കല്യാണമോ? എന്തി പറയുന്നേ? എന്താ, വിവാഹമെന്ന് നീ കേട്ടിട്ടില്ലേ? അവൻ ഗൗരവത്തിൽ തന്നെയായിരുന്നു പറയുന്നത്. വിവാഹം എന്നത് ഒരു കുട്ടിക്കളിയാണോ? ഇങ്ങനെയെല്ലാം പെട്ടെന്ന് വന്ന് ചോദിക്കാൻ? അവൾ ഒരു പേടിയിൽ തന്നെയാണ് അത് ചോദിച്ചത്. ഞാൻ നിന്നെ ഇവിടെ വീട്ടിൽ വെച്ചല്ല ആദ്യമായി കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കുമോ? അവളുടെ നേരെ വന്നുകൊണ്ട് അവനത് ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. നീ അറിയുന്ന എന്നാൽ നീ അറിയാത്ത ഒരാളാണ് ഞാൻ. അവന്റെ സംസാരം കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. നിന്റെ ഈ നോട്ടം കണ്ടാൽ തന്നെ അറിയാം എന്താണ് നിന്റെ മനസ്സിലെന്ന്. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഒരു 5 വർഷം പുറകിലേക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവൾ ഞെട്ടിച്ചുളിച്ച് അവനെ നോക്കി. സ്വപ്നങ്ങൾ എല്ലാം തകർന്ന്, എല്ലാം എൻ്റെ അമ്മ മറ്റൊരാൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തിയ ആ വേദനയിൽ അന്ന് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അന്ന് ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി 2 പേര് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു അമ്മയും കുഞ്ഞും. അത് പറഞ്ഞ് നിർത്തി അവൻ അവളെ നോക്കി. അവൾ ഞെട്ടിക്കൊണ്ട് നിൽപ്പാണ്. അവൻ വീണ്ടും തുടർന്നു. ആ അമ്മ ആ പെൺകുട്ടിയെ തലോടുന്നതെല്ലാം ഞാൻ കൗതുകത്തോടെ നോക്കി. അവരുടെ തോളിലായി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മീകളിലായിരുന്നു ആദ്യമായി എൻ്റെ കണ്ണുകൾ പതിഞ്ഞത്. ആ മീകൾ ആരെയോ ഭയക്കുന്നതും പേടിയോടെ ചുറ്റും നോക്കുന്നതും ആ മീകൾ നിറയുന്നതും എല്ലാം ഞാൻ കണ്ടു. മോൻ്റെ കയ്യിൽ വെള്ളം കാണുമോ? ആ അമ്മ അന്ന് അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അന്ന് ഞാൻ മുടിയെല്ലാം നീട്ടി വളർത്തി ക്ലീൻ ഷേവായിരുന്നു. ഓ ഇല്ല. അടുത്ത സ്റ്റോപ്പ് എത്തിയതും ഞാനൊരു കുപ്പി വെള്ളം വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തു. അവർ 2 പേരും കുടിക്കുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി. അന്ന് അവരെ തന്നെ നോക്കി കൗതുകത്തോടെ ഞാനൊന്നും മയങ്ങിപ്പോയി. എന്തോ ശബ്ദം കേട്ടുണരുമ്പോൾ കാണുന്നത് ആ പെൺകുട്ടിയെ പിടിച്ചു വലിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും സങ്കടത്തോടെ എൻ്റെ മോളെ വിടാനെന്ന് പറഞ്ഞ് കരയുന്ന ആ അമ്മയുമാണ്. അത് കണ്ടതും ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റ് അവരെ എല്ലാം അന്ന് ഓടിച്ചു വിടുമ്പോൾ ആ അമ്മ അന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. മോനെ പോലെ നല്ല ആളുകൾ ചുരുക്കമാണ്. ഒത്തിരി നന്ദി. എൻ്റെ മോളുടെ അച്ഛൻ പോയി. ഞാൻ എൻ്റെ മോളെ സംരക്ഷിക്കാനാവുമോ എന്നെനിക്കറിയില്ല. എൻ്റെ മോളെ എനിക്ക് നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള ഭാഗ്യമെങ്കിലും തരണമെന്നേ പ്രാർത്ഥനയുള്ളൂ. അന്ന് എൻ്റെ കൈ പിടിച്ച് വേദനയോടെ ആ അമ്മ അത് പറയുമ്പോൾ, അതിന് എന്താ അമ്മേ, ഈ മോളെ ഞാനങ്ങ് കെട്ടാം. അന്ന് പുഞ്ചിരിയോടെ ഞാനത് പറയുമ്പോൾ ആ അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞത് തമാശയാണെന്ന് വിചാരിച്ചുകൊണ്ട്. ആ പെൺകുട്ടി ഞെട്ടിക്കൊണ്ട് അന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മേ, നിങ്ങൾ എങ്ങോട്ടാ? അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല മോനെ. എന്നാ ഞാൻ നല്ല ഒരിടം പറഞ്ഞു തരാം. എൻ്റെ കയ്യിലുള്ള ഒരു അഡ്രസ്സ് എഴുതി അവർക്ക് കൊടുത്തു. ഇവിടെ ഇറങ്ങി അടുത്ത ട്രെയിനിന് നിങ്ങൾ അങ്ങോട്ട് കയറണം. ഇതെന്താ, ആരതാ മോനെ? ഇവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നിങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി പേരുള്ള ഇടമാണത്. ഓ മോനെ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നിറമീയോടെയായിരുന്നു ആ അമ്മ എന്നോട് നന്ദി പറഞ്ഞത്. അന്ന് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യം പോയത് അവിടേക്കായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാൾ വന്നത് അവർക്ക് അറിയുക പോലുമില്ലായിരുന്നു.
അങ്ങനെ അതും ആലോചിച്ച് ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നിന്നെ അവിടെ കാണുന്നത്. അത്രയും അവൻ പറഞ്ഞു നിർത്തിയതും അവൾ നിറമീയോടെ അവനെ നോക്കി. എനിക്ക് മനസ്സിലായില്ല. നിറമീയോടെ തന്നെ അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ എൻ്റെ കോലവും ഇപ്പോഴത്തെ എൻ്റെ കോലവും ഒരുപാട് മാറ്റമുണ്ട്. ഞങ്ങൾ അന്ന് അഡ്രസ്സ് മാറിയെത്തിയത് വേറൊരു വീട്ടിലായിരുന്നു. അവിടെ അമ്മ വീട്ടുജോലി ചെയ്തു. അമ്മയെ സഹായിച്ച് ഞാനും നിന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അമ്മക്ക് വയ്യാതെയായി. ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും എൻ്റെ അമ്മ എന്നോട് യാത്ര പറഞ്ഞു. അങ്ങനെ അവിടെ വേദനയോടെ ജീവിക്കുമ്പോഴാണ് ആ വീട്ടുകാരെല്ലാം കൂടെ വിദേശത്തേക്ക് പോകുന്നത്. അന്ന് അവർ പറഞ്ഞു വിട്ടത് ഈ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ പിന്നീടുള്ള കാലം ഇവിടെ തന്നെയായിരുന്നു. പാറു അത്രയും പറഞ്ഞു നിർത്തി. ഇനി പറ, കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? നിന്റെ അമ്മയോട് അന്ന് അങ്ങനെ പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണ്. ഇന്നും ആ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ പാലിക്കുകയും ചെയ്യും. അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അവളത് കേട്ട് ഞെട്ടലോടെ അവനെ നോക്കി. ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്. അപ്പോൾ നിർത്ത്. ഈ വീട്ടിലെത്തിയപ്പോയല്ലേ നീ വേലക്കാരിയായത്? അവരുടെ ആട്ടും തുപ്പും കേട്ട് നിൽക്കാൻ തുടങ്ങി. നിനക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ? അത് സുമാൻറ്റിക്ക് എന്നെ ഇഷ്ടമല്ല. അവരോട് ഒന്നും പറയാതെ ഇങ്ങനൊരു കല്യാണം നടന്ന അതിനെനിക്ക് താല്പര്യമില്ല. അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാ നീ ഫോൺ വിളിച്ച് അവരെ അങ്ങ് അറിയിക്ക്. എന്നിട്ട് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്നറിയോ? എൻ്റെ ഒരാഗ്രഹങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത എൻ്റെ അമ്മ ഇതും അങ്ങനെ നഷ്ടപ്പെടുത്തും. അവൻ ദേഷ്യത്തോടെ അത് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. ഇനി എന്താ നിന്റെ പ്ലാൻ? എങ്ങോട്ടാ? അന്ന് നിന്റെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിന്റെ അമ്മ അന്ന് നിന്റെ കൂടെ ഉണ്ടായിട്ട് പോലും നിന്നെ സംരക്ഷിക്കാനാകുമോ എന്ന് പറഞ്ഞു വേവലാതിപ്പെട്ടത്. എല്ലാം ഓർത്തുകൊണ്ട് നിനക്കൊരു തീരുമാനമെടുക്കാം. പിന്നെ ഞാൻ കാരണം നിനക്കൊരു പ്രോബ്ലവും വരില്ല. എന്ത് വന്നാലും കൂടെ ഞാൻ കാണും. പിന്നെ എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഇനിയും നിനക്ക് ആലോചിക്കാം എന്ത് വേണമെന്നുള്ളത്. അവൾ നിറമീയോടെ അത് കേട്ട് നിന്നു. അല്ലാതെ ഒന്നും തന്നെ മിണ്ടിയില്ല. അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ അഭിപ്രായം? ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവനത് ചോദിച്ചത്. എനിക്ക് സമ്മതമാണ്. അന്ന് സമ്മതം അറിയിച്ചതിനെ തുടർന്ന് അമ്പലത്തിൽ പോയി താലി കെട്ടി. അപ്പൊ അങ്ങനെയും ഉണ്ടായിരുന്നു ഒരു സംഭവം. എന്നിട്ടാണോ ആ മസിലും വീർപ്പിച്ച് നടക്കുന്നത്? ഹാദിര അത്ഭുതത്തോടെ ചോദിച്ചു. എൻ്റെ ജീവിതത്തിലെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പേടിക്കുന്നവളായി മാറിയത്. അതുപോലെ ശിവേട്ടൻ്റെ സാഹചര്യമാണ് ശിവേട്ടനെ ദേഷ്യക്കാരനാക്കിയത്. അതൊക്കെ ഓക്കെ. നീ അപ്പം നിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാ ഇന്നലെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും ദേഷ്യപ്പെട്ടു പോയില്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നിനക്ക് ശിവേട്ടനെ ഇഷ്ടമാണോ? അത് കേട്ടതും പാറു ഒന്ന് ആലോചിച്ചു. അന്ന് ആ വിവാഹത്തിന് സമ്മതിച്ചത് ശരിക്കും രണ്ട് മനസ്സാലായിരുന്നു. ഈ വീട്ടുകാരെ വഞ്ചിക്കുവാണല്ലോ എന്ന വേദനയും ശിവേട്ടൻ്റെ ചോദ്യവും എല്ലാം കൂടെ ആയപ്പോൾ അങ്ങ് സമ്മതിക്കുമായിരുന്നു. മോളെ പാറു, ഇതെൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടില്ലല്ലോ. ആതിര ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടമില്ല എന്നൊന്നുമല്ല. എന്നെ എപ്പോഴും ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ സംരക്ഷിക്കുന്ന ശിവേട്ടനോട് ഒരു പ്രത്യേക ആദരവോ അതോ സ്നേഹമോ അങ്ങനെ എന്തോ ഒന്നുണ്ട്. ഇത് തന്നെ പ്രേമം. എൻ്റെ ആദിയെ, നീ ഒരു പരിഹാരം പറഞ്ഞതാ. ഓ പാറു, നീ വിഷമിക്കാതെ. ശിവേട്ടനെ പുഷ്പം പോലെ നമ്മൾ കുപ്പിയിലാക്കില്ലേ, അതോടൊപ്പം ആ ഗീതയെ ഒന്ന് പൂട്ടണം. അവള് എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പതിവിന് വിപരീതമായി ഇന്നൊരു സംഭവം ഞാൻ കേട്ടു. അത് പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്തു പറ്റി? ആതിരയുടെ മുഖത്തുള്ള സീരിയസ്നെസ് കണ്ട് പാറു അവളെ നോക്കി. ആ ഗീത നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവൾ ഇവിടെ വന്നിരിക്കുന്നത് ആരിൽ നിന്നോ ഒളിക്കുവാൻ വേണ്ടി മാത്രമാണ്. നീ തെളിയിച്ച് പറ ആദി. അവൾ ആരെയോ കൊന്നിട്ടുണ്ട്. കൊല്ലുകയോ? പാറു ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും ആതിര പെട്ടെന്ന് അവളുടെ വാ പൊത്തി. എൻ്റെ പൊന്നു പാറു, ഒന്ന് പതിയെ പറ. അത് പെട്ടെന്ന് കേട്ട ഷോക്കിൽ പറഞ്ഞതാ.
കൊല്ലുക എന്നൊക്കെ പറഞ്ഞാ നീ എന്ത് സംഭവം എന്ന് പറ. പറയാം. ഞാൻ ഹാളിൽ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചെടിയില്ലേ, അതൊന്നും മാറ്റിക്കൊണ്ട് വന്ന് വെക്കുമ്പോഴാണ് ഗീതയുടെ മുറിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. ആദ്യം ഞാൻ കാര്യമാക്കിയില്ലെങ്കിലും അവൾ ദേഷ്യത്തോടെ നീത ആൻറ്റിയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടതും പുറത്തേക്കിറങ്ങി അവളുടെ ജനലിൻ്റെ അവിടെ പോയി നിന്നു. അമ്മ ഇനി ഒന്നും പറയണ്ട. മോളെ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഞാൻ എന്താ ഇവിടെ ആട്ടും തുപ്പും കേട്ടിങ്ങനെ സഹിച്ച് ജീവിക്കണം? അതിനിപ്പോൾ എന്താണ് പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ആ ശിവൻ, ആ പാർവതി, ഇവർ തന്നെയാണ് പ്രശ്നം. അമ്മ ഒറ്റൊരാൾ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ആ ശിവനോട് പ്രേമം കൂടിയിട്ടല്ല. എനിക്ക് ഒളിക്കാനുള്ള സ്ഥലം അത്രയേ ഉള്ളൂ. ഗീതമോളെ, നിനക്ക് ശിവനെ ഇഷ്ടമല്ല, ശരിയാണ്. പക്ഷേ നിനക്കറിയാലോ നമ്മളുടെ അവസ്ഥ. നമ്മളൊരാളെ കൊന്നിട്ടുണ്ടെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞ അത് മതി. എല്ലാം ക്ഷമിക്കുക. പിന്നെ ആ പാർവതി, അവളെ നമുക്ക് തീർക്കാം. ശിവനെ നീ കെട്ടിയ നമ്മുടെ പ്രശ്നമെല്ലാം തീരും. നീത ടെൻഷനോടെ പറഞ്ഞു. അമ്മ ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അമ്മക്ക് നിന്ന് വാചകം അടിക്കാനേ അറിയൂ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൾ അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മോളെ, നീത അവൾ പോകുന്നത് സങ്കടത്തോടെ നോക്കി. അപ്പൊ ഇതാണ് കാര്യം. ഇവർ ആളുകൾ കൊള്ളാലോ. പാറു അതെല്ലാം കേട്ട് താടിക്ക് കൈവച്ചു. അതെ, അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പാറു. അതിനാദ്യം നീയൊന്ന് സ്ട്രോങ് ആവണം. അവൾക്ക് വേണ്ടത് നിന്റെ ജീവനാണ്. ഞാനോ? എന്താ നിനക്ക് പറ്റില്ലേ? നിനക്ക് ശിവേട്ടനോട് മിണ്ടണോ, അതോ ആ ഗീതയ്ക്ക് ശിവേട്ടനെ വിട്ടുകൊടുത്ത് നിന്റെ ജീവനം കൊണ്ട് രക്ഷപ്പെടണോ? എന്താ നിനക്ക് വേണ്ടത്? ആതിര അല്പം ഗൗരവത്തിൽ ചോദിച്ചു. എനിക്കെൻ്റെ ശിവേട്ടനെ വേണം. എന്തോ? എങ്ങനെ? അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും പാറു ഒന്ന് ഇളിച്ചു. ശിവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല. എന്തു വന്നാലും എൻ്റെ ശിവേട്ടൻ കാണുമല്ലോ. നാണമൊക്കെ വരുന്നുണ്ടല്ലോ പാറുവേ. ഒന്ന് പോ ആദി. തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.